ഹായ് കൂട്ടുകാരെ, ഇന്ന് 4ാമത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന സ്വരാക്ഷരം ഖൃ ആണ്. നമുക്ക് പഠിക്കേണ്ടത് അതിൻ്റെ ചിഹ്നത്തെയാണ്. ഋകാരം എന്നറിയപ്പെടുന്ന ഖൃ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം വൃത്തിയായും വ്യക്തമായും പഠിച്ചു പോകണം. ഒരേ ഒരു ചിഹ്നം മാത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് വൃത്തിയായിട്ട് തന്നെ എഴുതുകയും വേണം, വായിക്കുകയും വേണം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഖൃ എന്ന അക്ഷരം എഴുതാൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരം എഴുതി പഠിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിന്ന് ഖൃ എന്ന അക്ഷരം എങ്ങനെ എഴുതാം, അതിൻ്റെ ചിഹ്നത്തെയും പരിചയപ്പെടാം. നോക്കൂ, മുകളിൽ നിന്നും താഴോട്ടാണ് കേട്ടോ ഈ ചിഹ്നം എഴുതുന്നത്. ഇങ്ങനെ കുറച്ച് വളച്ച് വെച്ചിട്ട് ഈ മുറുക്കമ്പട വന്ന് മുറുക്കുക, ഇത്രയേ ഉള്ളൂ. ചിലരൊക്കെ ഇവിടുന്ന് താഴ്ത്തുനിന്ന് മുകളിലേക്ക് എഴുതും, അത് തെറ്റാണ്. മുകളിൽ നിന്നും താഴേക്ക് തന്നെ എഴുതണം. ഇവിടെ വന്നിങ്ങനെ ചുരുക്കി കൊടുത്താൽ മതി. ഖൃ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. ഇതിന് പറയുന്ന പേരാണ് ഋകാരം. നമ്മൾ പറയുന്നത് ഋകാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഋകാരം എന്ന് അറിയപ്പെടുന്നു. എന്ന അക്ഷരം 2 വര കോപ്പിയിൽ എങ്ങനെ എഴുതാം? അതെ, ഇതേപോലെ തന്നെ മധ്യത്തുനിന്ന് തുടങ്ങുന്നു. ശ്രദ്ധിക്കുക, വളരെ പതുക്കെ പോയാൽ മതി. ഇഡലിച്ചെമ്പിൻ്റെ ആകൃതി പോലെയാണ് ഈ അക്ഷരം, സ്വരാക്ഷരം ഖൃ. ഇനി ഇതിൻ്റെ ചിഹ്നത്തെ പരിചയപ്പെടാം. മുകളിൽ നിന്നും താഴോട്ട് സ്വല്പം വളഞ്ഞു വന്ന് താഴേക്ക് പോകണം കേട്ടോ 2 വരയുടെ. ഇവിടെ കൊണ്ടുവന്നിത് നിർത്തുക. ഇതാണ് ഖൃകാരം അഥവാ ഋകാരം. ഖൃ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമായ ഋകാരം. നമ്മൾ ഇതുവരെ പഠിച്ചത് റാ, റി റി, നു നു. അപ്പൊ റാ എന്നും നാ എന്നും 2 അക്ഷരവും പഠിച്ചു. ദീർഘവും വള്ളിയും കെട്ടുവള്ളിയും ഒറ്റക്കുനിപ്പും ഇരട്ടക്കുനിപ്പും നാം പഠിച്ചു. ഇന്ന് ഞാൻ പുതിയൊരു അക്ഷരം തരാൻ പോവുകയാണ്. ആ അക്ഷരം വായാണ് കേട്ടോ. വ. റാ ഇട്ടിട്ട് അതിൻ്റെ വാല് കുറച്ച് നീട്ടിയാൽ മതി. എന്നിട്ട് മുകളിലേക്ക് പോവുക. ഈ അക്ഷരം വായാണ്. ഇനി വായിൻ്റെ കൂടെ ഞാൻ ഈ ഋകാരം ഇടുമ്പോൾ വൃ എന്ന് വായിക്കും. വൃ. അപ്പം നിങ്ങളിന്ന് കോപ്പിയിൽ ഇത് മാത്രം എഴുതി നിറച്ചാൽ മതി. 4ാമത്തെ പേജിൽ, കോപ്പിയുടെ 4ാമത്തെ പേജിൽ നിങ്ങൾ എഴുതേണ്ടത് വൃ 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 എന്നാണ്. ആവർത്തിച്ചെഴുതുക. 2 വരയും മുട്ടിച്ച് ഇങ്ങനെ എഴുതണേ. വ വൃ. വൃത്തി എന്നുള്ളതിലെ വൃ പറഞ്ഞ് എഴുതണേ. നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച ചിഹ്നങ്ങളായ ദീർഘം, വള്ളി, കെട്ടുവള്ളി, ഒറ്റക്കുനിപ്പ്, ഇരട്ടക്കുനിപ്പ്, ഋകാരം, ഈ ചിഹ്നങ്ങൾ അക്ഷരങ്ങളുടെ പിന്നിലാണ് വരുന്നത്. ഒരിക്കലും മുന്നിലല്ല, പിന്നിലാണ്. കണ്ടോ, അക്ഷരം എഴുതിയിട്ടാണ് പിന്നെ ചിഹ്നം വരുന്നത്. അപ്പം അക്ഷരങ്ങളുടെ പിന്നിലാണ് ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കാറ്. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചിഹ്നങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഇത് പ്രത്യേകം ഓർത്തു വെക്കുക. 1, 2, 3, 4, 5, 6. ഈ 6 ചിഹ്നങ്ങളും അക്ഷരങ്ങളുടെ പിന്നിലാണ് വരുന്നത് എന്ന കാര്യം ഓർത്തു വെക്കണേ.